സർ, അടുത്തൊരു ചോദ്യമാണ്, ടൈപ്പിസ്റ്റ് വേക്കൻസികൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. സർ, അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഏതൊക്കെ ജില്ലയിലാണ് നിയമനം കൂടുതലുള്ളത്? ഇനി ഈ ടൈപ്പിസ്റ്റ് പോലുള്ള കാറ്റഗറിയിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വിടുന്നു. എല്ലാവർക്കും സഹകാരി എക്സ്പ്രസിലേക്ക് സ്വാഗതം. നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ആവശ്യത്തിലധികം ചോദ്യങ്ങളും മനസ്സിൽ വരും. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സർ, ഈ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന ആശങ്കയോടെയാണ് നമ്മുടെ ടൈപ്പിസ്റ്റ് ഉദ്യോഗത്തിൽ ഇരുന്നത്. അവർക്കൊരു ശുഭ പ്രതീക്ഷ എന്ന പോലെയാണ് ഇപ്പോൾ LD ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിനെക്കുറിച്ച് സാറിന് ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? സന്തോഷിക്കാനുള്ള സമയമാണ്. നമ്മൾ നേരത്തെയൊക്കെ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യമാണ്. കാര്യം ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ട, നീ എന്തിനാ അതിനൊക്കെ പഠിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ ഡിമോട്ടിവേഷൻ, പിന്നെ പിള്ളേരായിട്ട് വട്ട് കളിപ്പിക്കുന്ന തരത്തിലായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ. നമുക്ക് തന്നെ ഭയങ്കര സങ്കടവും വിഷമമാണ്. കാരണം നമ്മൾ കോഴ്സ് നടത്തുന്നുണ്ട്, കുട്ടികൾ വിളിക്കുന്ന സാറേ ഇത് വേണോ, പഠിക്കണോ, അതാണ് അവരെന്തിനും മാറണോ, അവരുടെ കോൺസെൻട്രേഷൻ മാറ്റണോ. അതെ, അത് മെയിൻ ആയിട്ട് നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ബന്ധപ്പെടുത്തിയ പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് ആ പ്രശ്നം ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പറയുന്നുണ്ടായിരുന്നു, മക്കളെ പഠിച്ചുകൊണ്ടിരിക്കടാ, അടുത്ത നോട്ടിഫിക്കേഷൻ വരും. LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ നിലവിൽ ഒരു തടസ്സവും ഇല്ല, നോട്ടിഫിക്കേഷൻ വരാൻ ഒരു തടസ്സവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാണ്. അത് അന്നേ നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, ഇന്നും ഉറപ്പിച്ച് പറയുന്നു. ഇനിയും വരാൻ പോകുന്ന ഇൻഫർമേഷൻസ് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സഹകരിച്ച് തന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ബിലീവ് ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ പ്രവർത്തിക്കാനുള്ള സമയമാണ്, ഇനി അങ്ങോട്ടുള്ള സമയം. സർ, അടുത്തൊരു ചോദ്യമാണ്, ടൈപ്പിസ്റ്റ് വേക്കൻസികൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം അഡ്വൈസ് വന്നിരിക്കുന്നു, ഇപ്പൊ അത്രത്തോളം അഡ്വൈസ് പോകുന്നുണ്ടോ ഇല്ലയോ? കാര്യം നമുക്കിപ്പോ നമ്മുടെ ഒരുപാട് കുട്ടികൾ വർക്കിന് ഇറങ്ങുന്നുണ്ട്, ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികൾ വർക്കിന് ഇറങ്ങുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അത്ര കണ്ട് സുഖകരമായ മറുപടി അല്ല കിട്ടുന്നത്. അതൊരു റിയാലിറ്റി തന്നെയാണ് കേട്ടോ. കാര്യം നിങ്ങളുടെ പലപ്പോഴും പറയാറുണ്ട് OA പോസ്റ്റുകൾ നമുക്ക് പലതും ഇപ്പോൾ അബോളിഷ് ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട്. നമ്മുടെ നൈറ്റ് വാച്ചറുടെ പോസ്റ്റിന് സാധ്യതയില്ല, ഇപ്പോ കേരളത്തിൽ സാധ്യതയില്ല. കാരണം എങ്ങും നമുക്ക് അക്കൗണ്ട്സിൽ മാത്രമാണ് മണിയുടെ ട്രാൻസ്ഫർ നടക്കുന്നത്. ചില പോസ്റ്റുകളൊക്കെ നമുക്ക് എന്തായി പോകും, അബോളിഷ് ആയി പോകും, ഇതിന് റിലിംഗ്വിഷ്മെന്റ് വരും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാപിക്കും. ഇതെല്ലാം സംഭവിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, അതിൽ നിന്നും നമുക്ക് ഇപ്പോ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് ഈ നോട്ടിഫിക്കേഷനാണ്. ഇപ്പൊ നോക്കുക, നമുക്കറിയാൻ പറ്റും ഓരോ ജില്ലയിലും എത്രത്തോളം അഡ്വൈസ് പോയെന്ന് ഏകദേശം ധാരണയുണ്ട്. അതിന്റെ ഇരട്ടിയോളം പോകും. എന്നാലും അടുത്ത പ്രാവശ്യം ഇത്ര ഇല്ല എന്നങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സ്ട്രാറ്റജിയാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ JSCയിൽ 47 റാങ്ക് പഠിച്ച നൈസലിന്റെ സ്റ്റോറി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പുള്ളിക്കന്ന് 27 വയസ്സുണ്ടാവുന്നുള്ളൂ, പക്ഷെ പുള്ളിക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ പുള്ളി ആ പരീക്ഷയുടെ സമയമായപ്പോഴത്തേക്ക് പുള്ളി മനസ്സിലൊരു അടിവരെ അങ്ങനെ ഇട്ടിച്ചു, ഇതെന്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഇനി എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങോട്ട് വിശ്വസിപ്പിച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ വിശ്വാസം അങ്ങോട്ട് സ്ട്രോങ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തീ അങ്ങനെ ഒരു വേവ് വരും. അത് വന്നിട്ടാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് പഠിച്ച് മുന്നോട്ട് വന്നത്. അതുപോലെ ഒരുപാട് പേര് ഇതേപോലെ ഒരുപാട് സൈക്കോളജി ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, ഇതിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി ഒരു ചാൻസേ ഇല്ല, ഇനി LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചോ. നിങ്ങളെ നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം, അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഞാൻ തരാം. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് ഇതെന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്, എനിക്ക് ഏജ് ഇല്ല എന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ടൈം ഇല്ല. ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്ന് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സർ, അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഏതൊക്കെ ജില്ലയിലാണ് നിയമനം കൂടുതലുള്ളത്? നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, 14 ജില്ലയിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാൽ മാത്രം മതി അല്ലേ. ഇപ്പൊ വേരിയസ് പറയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുള്ളൂ, അത് ഇരട്ടി നിയമനങ്ങൾ നടക്കുന്നത്. അതേസമയം അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന കാര്യമാണ്, കഴിഞ്ഞ പ്രാവശ്യം ബാക്കിയുള്ള ജില്ലകളുടെ ഇരട്ടി ആപ്ലിക്കൻസ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ രണ്ടാമത് എറണാകുളമാണ്. അപ്പൊ എറണാകുളത്തും ഏകദേശം അതേപോലെ 1000-ന് മുകളിൽ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ അപ്പൊ കട്ട് ഓഫ് വെച്ചിട്ട് നമുക്കൊരു താരതമ്യം നടത്താം. എന്തായാലും ഒരു വീഡിയോ വരുന്നുണ്ട്, ഞാനിപ്പോ ഓരോ ജില്ലകളുടെയും കട്ട് ഓഫും അതുപോലെ ഓരോ ജില്ലകളിലും ഓരോ കാറ്റഗറിയിൽ വന്ന അഡ്വാൻറ്റേജ്, ഇപ്പൊ കാറ്റഗറിക്കൽ അഡ്വാൻറ്റേജ് നോക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോ ഹിന്ദു നാടാറാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ST ആണെന്നിരിക്കട്ടെ, ഇതിനു മുന്നേ ഉള്ള ജില്ലകളിൽ സപ്ലിമെന്ററി എത്രത്തോളം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ NCA വിളിച്ച ജില്ലകൾ, NCA വിളിച്ച ജില്ലകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ കാറ്റഗറിക്കാർ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ കാറ്റഗറിക്കലായിട്ട് ചില ജില്ലകളിൽ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിപരമായ തീരുമാനമാകും. അതൊരു വിശദമായ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്യുക. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന ജില്ലയിൽ നിങ്ങൾ അപേക്ഷിക്കടാ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടെ ആ ജില്ലയിൽ കൊണ്ടങ്ങ് വെക്കും, ഭയങ്കര കട്ട് ഓഫ് ആവും. ഇത് പല പരീക്ഷകളിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പൊ വേക്കൻസി പ്രിഡിക്ട് ചെയ്യണം എന്നെടുത്തിട്ട് പറയുന്ന മിക്കവാറും ഉള്ള പല പരീക്ഷകളും സംഭവിക്കാറുണ്ട്. എന്നാലും നമ്മൾ ഈ വേക്കൻസി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഠനം നടത്തി നിങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ വ്യക്തമായിട്ട് പറയും ഇന്ന ജില്ലയിൽ ഇത്ര വേക്കൻസി വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി എല്ലാവരുടെ വെക്കരുത് കൃത്യമായിട്ടും പറയണം. എന്നാലും
പല്ലു അങ്ങനെ വെക്കും. അപ്പോ ഇവിടെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സംഭവിക്കും, ഒരുപാട് പേരുടെ അവസാനം നഷ്ടപ്പെടും. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ ആണ്. ഓരോ കാറ്റഗറിക്കാർക്കും എവിടെയെല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. പിന്നെ തിരുവനന്തപുരം, എറണാകുളം നിങ്ങൾ കോർണർ ചെയ്തുകൊണ്ട് അപേക്ഷിച്ചാലും കുഴപ്പം. 2 ജില്ലകളും ആപ്ലിക്കൻസിനാണ് കൂടുതൽ, കട്ട് ഓഫും കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലയെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലപോലെ കൂടുതലാണ്. കട്ട് ഓഫ് കൂടുതലാണ് ഈ 2 ജില്ലകളിലും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കട്ട് ഓഫും അതുപോലെ എത്ര അഡ്വൈസ് പോയി, അതേപോലെ നമ്മുടെ കാറ്റഗറിക്ക് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടോ, പിന്നെ നമുക്ക് എത്ര പേർക്ക് അഡ്വൈസ് ടോട്ടൽ കിട്ടി, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടണം നിങ്ങൾ. അതിന്റെ വീഡിയോയിൽ നമുക്ക് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. സർ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഈ മറ്റു ജനറൽ PSC പഠിക്കുന്ന പിള്ളേരാണല്ലോ, കുറെ പേരുണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് അങ്ങനെയൊക്കെ പോകും. പക്ഷെ അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള സാധ്യത ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ബെറ്റർ ആയിരിക്കും? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വെബിനാറിലും നിങ്ങളുടെ തലയെ കൈവച്ച് വിളിക്കുന്ന സംഭവമാണ്. ശരിയാണ്, വെബിനാർ കയറുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാല്ലേ. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും PSCയിൽ ഇതാ കമ്പനി ബോർഡ് വിളിച്ചേക്കുന്നു. അത് LGSഉം അതുപോലെ അസിസ്റ്റന്റ് ഡിഗ്രി ലെവലോട് ചേർത്തുകൊണ്ട് 10,000 പേര് അവിടെ ജോലിക്ക് കയറുകയാണ്. ജോലി കയറും, അത് ഉറപ്പുള്ള കാര്യമാണ്. ആ സമയത്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ മേഖലയെ പഠിച്ചുകൊണ്ട് നടക്കാനും കുറെ പേര് അങ്ങോട്ട് മാറി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മളെ വിളിച്ച പലരും ജനറൽ പഠിക്കട്ടെ മാറട്ടെ എന്നൊരു ചാഞ്ചാട്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് വളരെ ഒരു പ്ലസ് ആണ്. അത്രയും പ്ലസ് ഒന്നും നമുക്ക് വേണ്ടടേ. നമ്മളിപ്പം LD ക്ലർക്കും LD ടൈപ്പിസ്റ്റും തമ്മിലുള്ള മത്സരത്തിന് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. തിരുവനന്തപുരം ജില്ലയിൽ 2 ലക്ഷത്തോളം പേരാണ് കഴിഞ്ഞ പ്രാവശ്യം LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അപ്പൊ ഈ 2 ലക്ഷം പേര് അപേക്ഷിക്കുമ്പോഴത്തേക്കും ഒരു 1000-1000 ചില്ലാനും പേർക്കാണ് അവിടെ എന്ത് കിട്ടുക, അഡ്വൈസ് കിട്ടുക. ഇതിന് മുന്നേക്ക് 1500 മുകളിലൊക്കെ പോയ സമയങ്ങളുണ്ട്. 2000 അടുപ്പിച്ച് പോയി. പക്ഷേ 2000 പോകണമെന്ന് വെച്ചാൽ തന്നെയും അപേക്ഷകരുടെ 1% അത് മനസ്സിലാക്കണം നിങ്ങൾ. 2 ലക്ഷത്തിന്റെ 1% അഡ്വൈസ് കിട്ടുക. എന്നാൽ തിരുവനന്തപുരം ജില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര അഡ്വൈസ് പോയി? ഏകദേശം 112 പോയി. 1.5 വർഷമായിട്ടേ ഉള്ളൂ. ഏകദേശം 2000 മുകളിൽ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നല്ലേ? അതെ, 2000 മുകളിൽ ആപ്ലിക്കൻസ്. നമുക്ക് 200 അഡ്വൈസ് പ്രതീക്ഷിച്ചാൽ തന്നെ അപേക്ഷകരുടെ 10%, അതായത് മറ്റതിന്റെ 10 ടൈപ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ഇവിടെ ജോലി മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരാ? അതുകൊണ്ട് നിങ്ങളുടെ ഇത്രേ പറയാനുള്ളൂ. തിരുവനന്തപുരം ജില്ലയുടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ജില്ല എടുത്ത് നോക്കട്ടെ. 600 പേര് അപേക്ഷകളുള്ള ജില്ലകളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ 80-90 അഡ്വൈസ് പോണ ജില്ലകളുണ്ട്. 600 പേര് അപേക്ഷകരിൽ നിന്ന് 80-90 ആകുമ്പോഴത്തേക്കും 10% സാർ. അപ്പൊ 1000 എടുത്തിരുന്നാലും നമ്മളിപ്പം 100 പേര് മേലെ പോകുമല്ലേ അഡ്വൈസ്. എല്ലാ കഴിഞ്ഞ നമ്മള് ഒരു കണക്കെടുത്ത് കഴിഞ്ഞ ലിസ്റ്റിൽ ഒരു കണക്കെടുത്താൽ തന്നെ 120-130 ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിട്ടുണ്ട്. അത് ബേസ് ചെയ്താണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് ഇട്ടേക്കുന്നത്. അത് കുറച്ചുകൂടി അത് 10% ഏറ്റവും മിനിമം. അത് അപേക്ഷകരുടെ 10%. 100 പേര് അപേക്ഷിക്കുമ്പോൾ 10 പേർക്ക് ജോലി കിട്ടണം. അത് ഏത് ജില്ല വെച്ചാലും തയ്യാറാണോ? ഏത് ജില്ല വെച്ചാലും. അപ്പൊ അത് മേടിച്ചെടുക്കുക. ഇത് മേടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പരിപാടി നിർത്തിപ്പോകും. അത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും. കാരണം ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കയ്യിലുള്ളതിന്റെ അഡ്വാൻറ്റേജ് ആണ് അവരത് മുതലെടുക്കേണ്ടത്. സർ, അതുപോലെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ, ഇനി ഈ ടൈപ്പിസ്റ്റ് പോലുള്ള കാറ്റഗറിയിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വിളിക്കുമോ? നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അടുത്ത LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അൺലെസ് ഡിപ്പാർട്ട്മെന്റ് ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് വരെ. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചാൽ പോരാ, എല്ലാ വകുപ്പുകളിലും ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ പോസ്റ്റിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള പഠനമാണ് ഇപ്പോൾ നിലവിൽ LD ടൈപ്പിസ്റ്റ് മേഖലയിൽ നടന്നു കഴിഞ്ഞത്. അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അതിന്റെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഉടനെ ഒരു പഠനവും കൂടെ നടത്താൻ തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഉടനെ ഒന്നും ഈ പോസ്റ്റ് വേണ്ടാന്ന് വെക്കില്ല സർക്കാർ, സംശയമില്ല. പക്ഷേ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 100 അഡ്വൈസ് ഒക്കെ പോയി സ്ഥലങ്ങളിൽ അടുത്ത പ്രാവശ്യം 60-70 ഒക്കെ പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഉറപ്പായിട്ട് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞത്, അടുത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് എത്രത്തോളം വരുമെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോ ശീലങ്ങളുടെ പ്രാധാന്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശീലങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യാം, അതുവഴി നമ്മുടെ വിജയത്തിലേക്ക് എങ്ങനെ എത്താം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വെബിനാറിൽ പങ്കെടുക്കുക. അത് സൗജന്യമായിട്ടുള്ള ഗൂഗിൾ മീറ്റ് സെഷനാണ്. അപ്പോൾ വെബിനാർ പങ്കെടുക്കാൻ വേണ്ടി താഴെ ഒരു നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആഡ് നോക്കിയാൽ മതി. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടായാലും മെസ്സേജ് അയക്കുക. നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കയറുക. ഒരു 1000 പേർക്ക് എന്തായാലും 14 ജില്ലയിൽ നിന്ന് അഡ്വൈസ് ഉറപ്പായിട്ടും കിട്ടും. കഴിഞ്ഞതെന്ന് 1400 പേർക്കും ഉറപ്പാണ്. ഇപ്പൊ 760 ആയി. നമ്മൾ അതിൽ നിന്ന് കുറച്ചാ പറയുന്നത്. 1000 പേർക്ക് ഇപ്പോൾ നിലവിൽ എന്തായാലും 14 ജില്ലയിൽ നിന്ന് അഡ്വൈസ് ഉറപ്പാണ്. 1000-1 ഒരാളാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. സ്വപ്നം കാണുക. നിങ്ങളുടെ
അച്ഛന്റെയോ അമ്മയുടെ കയ്യിലേക്ക് നിങ്ങളുടെ ആദ്യത്തെ സാലറി തുക അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് ഒന്ന് കൊണ്ടു കൊടുക്കുന്ന സ്വപ്നം കാണുക. ആ സ്വപ്നം സത്യമായിട്ട് വരട്ടെ. എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.